സമരങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ അംഗീകരിക്കപ്പെടേണ്ടത് തന്നെയാണ്. കാരണം ഇന്ന് നമ്മൾ നേടിയിട്ടുള്ള പല നന്മകളും പല നേട്ടങ്ങളുമൊക്കെ സമര ചരിത്രത്തിലൂടെ ഉണ്ടായി വന്നതാണ്. അതിനെയൊന്നും ഒരിക്കലും 100% നമുക്ക് തള്ളിക്കളയാനുമാവില്ല. പക്ഷേ ജനങ്ങളെ വെല്ലുവിളിച്ചുള്ള, ജനങ്ങളെ ശത്രുപക്ഷത്ത് കണ്ടുകൊണ്ടുള്ള ഈ ഒരു സമരമാർഗം അത് തീർച്ചയായിട്ടും കാലഹരണപ്പെട്ട രീതിയായി മാറിയില്ലേ? ഇനി എല്ലാ തൊഴിലാളി യൂണിയനുകളും ഒന്നിച്ചിരുന്ന് ഇതിനൊരു ബദൽ മാർഗം കണ്ടെത്തേണ്ട ഒരു അവസ്ഥ ഇപ്പോൾ വന്നു ചേർന്നിരിക്കുകയല്ലേ? തീർച്ചയായിട്ടും ചെയ്യേണ്ടതാണ്. അതിൽ ഞാൻ എന്റെ സുഹൃത്തുക്കളെ കൂടുതൽ വേദനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ ഒന്നിച്ച് നാളെ കാണേണ്ടവരാണ്. ഒരു കാര്യം വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറയാണ്. ഈ പണിമുടക്ക് കേരളത്തിലെ ആരെയെ ബാധിച്ചെന്നറിയോ? കേരളത്തിലെ സാധാരണക്കാർ അന്നന്ന് പണിയെടുത്ത് അവന്റെ അത്താഴം കണ്ടെത്തുന്ന വളരെ സാധാരണക്കാരനെ ഒഴിച്ചു നിർത്തിയാൽ ആരെ ഈ പണിമുടക്ക് ഇന്ത്യയിലാരും ബാധിച്ചിട്ടില്ല. എന്റെ കയ്യിൽ മുഴുവൻ ഡാറ്റാസ് ഇരിപ്പുണ്ട്. 2022 മാർച്ച് മാസം 28-29 പണിമുടക്ക് നടത്തിയപ്പോ ആവറേജ് അറ്റൻഡൻസ് എന്താണെന്നറിയോ? 84% പോർട്ടസിൽ ആളുകൾ ജോലിക്ക് കയറിയും. FICTയില് 89%. ഇന്നത്തെ കണക്കറിയുമോ നിങ്ങൾക്ക്? കൊച്ചിൻ പോർട്ടിൽ 74% ആളുകളാണ് ജോലി കയറിയത്. കൊച്ചി ഷിപ്പ്യാർഡിന്റെ പ്രസിഡന്റ് ബഹുമാനായ എന്റെ സുഹൃത്തുക്കളായ ശ്രീ രാജീവ്, ഇന്നത്തെ വ്യവസായ മന്ത്രി, അദ്ദേഹം കഴിഞ്ഞപ്പോ ഇപ്പൊ വന്നിരിക്കുന്നത് കൊച്ചിൻ മേയർ അനിൽകുമാറാണ്. അദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കുന്ന CIT കൊടുത്ത മേജർ യൂണിയനാണ്. എത്ര അറ്റൻഡൻസ് എന്നറിയോ? 73.34% ആണ് മോർണിംഗിൽ പഞ്ചിയിരിക്കുന്ന സംഖ്യ. എന്ന് പറഞ്ഞാൽ ഈ അഖിലേന്ത്യാ പണിമുടക്ക് പ്രഖ്യാപിച്ച് എല്ലാ വർഷവും അതുപോലെ പ്രഖ്യാപിക്കുകയും സാധാരണക്കാരൻ, കേരളത്തിലെ കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്നവൻ, എങ്ങനെ നേരത്തെ എന്റെ സുഹൃത്ത് പറഞ്ഞില്ലേ, എല്ലാവർക്കും അവിടെ വില ഒന്നാണ് ഇവിടെ വില ഒന്നല്ല. അഖിലേന്ത്യാ തലത്തിലെ വില വർധനവ് എന്ന് പറഞ്ഞാൽ 2.80 ആണ്. കേരളത്തിന്റെ വില വർധനവ് 5.88 ആണ്. 1 കിലോ വെളിച്ചെണ്ണയ്ക്ക് 500 രൂപയാണ്. ആരോ പറയുന്നത് കേട്ടു 5 ലിറ്റർ പെട്രോൾ അടിക്കാവുന്നു. 62 രൂപയാണ് മട്ടാരിയുടെ വില. കശുവണ്ടി തൊഴിലാളിക്ക് കിട്ടുന്ന ശമ്പളം എത്ര എന്നറിയോ? മാസം 6000 രൂപ. കാരണം ജോലിയില്ല. വേലയും കൂലിയും ഇല്ലാതെ സാധാരണക്കാരൻ കഴിഞ്ഞ ബന്ദ് നടന്നപ്പോഴും ലുലു മാൾ തുറന്നു. പക്ഷെ ലുലു മാളിന്റെ തൊട്ട് മുമ്പിലിരിക്കുന്ന പെട്ടിക്കടക്കാരൻ തുറക്കാൻ പാടില്ല. ഈ പണിമുടക്കിലും സെയിം സ്ഥിതിയാണ്. ലുലു മാൾ തുറക്കും, സാധാരണക്കാരുടെ കട അടയ്ക്കും. ഈ പറഞ്ഞ ഫ്ലോർ വേജസ് അല്ല, മിനിമം വേജസ് രാജ്യത്തെ മുഴുവൻ തൊഴിലാളിക്കും ബാധകമാക്കുന്നതാണ് വേജ് കോഡ്. അത് ഭാവിയിൽ ഓരോ സംസ്ഥാനങ്ങളുടെയും മിനിമം വേജസ് നിശ്ചയിക്കേണ്ടതാണ്. ഈ പറയുന്ന ഫ്ലോർ വേജസ് തെറ്റാണ്. 2, ഒരു ആനുകൂല്യവും ഒരു പരിരക്ഷയും കിട്ടാത്ത കോടിക്കണക്കിന് ആളുകൾക്ക് ESI PF അടക്കമുള്ള ക്ഷേമ ആനുകൂല്യങ്ങൾ ഈ പറയുന്ന സോഷ്യൽ സെക്യൂരിറ്റി കോഡ് വഴി വരികയാണ്. മറ്റ് 2 കോഡുകൾ ഞങ്ങള് സംയുക്തമായി ചർച്ച നടക്കുന്നുണ്ട്. നമുക്ക് ഒന്നിച്ചിരിക്കാം. പക്ഷെ പ്രശ്നം എന്താ? രാഷ്ട്രീയമാണ്. ശരിയായി കാണാൻ കഴിയുന്നില്ല, തെറ്റിന് തെറ്റായി കാണാൻ കഴിയുന്നില്ല. ഈ പ്രശ്നത്തിൽ നിന്നാണ്. അതുകൊണ്ട് കേരളത്തിൽ ഈ സ്വീകരിക്കുന്ന ശൈലി ശരിയല്ല. ഇന്ന് ധാരാളമായി നല്ല 34% ആളുകൾ സർവീസ്, നമ്മുടെ സംസ്ഥാന സർക്കാർ ജീവനക്കാർ തന്നെ 34%-ലധികം ജോലി സ്ഥലത്ത് ഹാജരായിട്ടുണ്ട്. എല്ലാവരും ഒരുപോലെ. കാരണം എന്താ? കേരളത്തിൽ 85 മാസമായി DA ഇല്ല.